ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. രണ്ടാം ക്ലാസ് തജ്വീദിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. തജ്വീദുൽ ഖുർആൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മുമ്പ് ഉലൂമുദ്ദീൻ്റെയും തജ്വീദിൻ്റെയും മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇതുകൂടെ നോക്കാം. എന്താണ് ഫസ്റ്റ് എന്താ വരുന്നത്? ശരിയായത് കളർ ചെയ്യാനാണ്. അപ്പോൾ അതിൽ കളർ ചെയ്തെടുക്കണം ശരിയായത്. അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഹത്തബുൻ എന്നതിലെ ആദ്യത്തെ അക്ഷരം ഏത് എന്നാ? ഹ. അപ്പോൾ ഹഇൻ്റെ അവിടെ നമുക്ക് നിറം നൽകാം. അടുത്തതാ അനിന്നഈം എന്നതിൽ മണിച്ച് ഓതിയ അക്ഷരം ഏത്? ഏതാണ്? നൂനാണ്. ഷദ്ദുള്ള നൂനിനെയും മീമിനെയും മണിച്ചോത നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നൂന് എന്നത് നമുക്കവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതാ അവസാനത്തെ അക്ഷരം ഹ ആയി ഉച്ചരിക്കണം. ഹ ആയി ഉച്ചരിക്കേണ്ട അക്ഷരം ഹ ത വരുന്നതാണ് കാര്യ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിപ്പെടുത്താം. ഇവിടെ ത ആണ്, ഇവിടെ റ ആണ്, ഇവിടെ ഹാത്ത ഉണ്ട്. പക്ഷെ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായണം? സുക്കൂനുള്ള താളുകൾക്ക് ഇങ്ങനെ വരുന്ന താളുകളെ ഹ ആയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഹ ആയിട്ടാണ് ഉച്ചരിക്കണം, മനസ്സിലാക്കുക. അടുത്തത് ഷദ്ദുണ്ടെങ്കിൽ മണിച്ച് ഓതേണ്ട അക്ഷരം. ഏത് അക്ഷരത്തിനാണ് ഷദ്ദ് ഉണ്ടാകുമ്പോൾ മണിച്ച് ഓതേണ്ടത്? ഷദ്ദുള്ള നൂനിനെയും മീമിനെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീം എന്നത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഫർ അബ് എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏത്? ഫർ അബ് എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഇവിടെ ഒരു അലിഫുണ്ട്, വസ്ലിൻ്റെ അലിഫുണ്ട്. ഇവിടെ ഒരു സോദിൻ്റെ തല പോലെ വരുന്ന അലിഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫർ അബ് എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഏതെന്ന് വെച്ചാൽ അലിഫാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാവരും. അപ്പോൾ ഇതുപോലെ പദങ്ങൾ മാറ്റിയിട്ട് തരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ അലിഫ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉച്ചരിക്കൂല. അതേപോലെ ഉലായിക്ക എന്നതിൽ വാവ് വരും, അപ്പോൾ അത് ഉച്ചരിക്കൂല. അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറൊക്കെ ഒന്ന് നോക്കുക. ഇനിയാ അപ്പോൾ തജ്വീദ് എക്സാമിന് നിങ്ങൾക്ക് മദ്രസ 2ാം ക്ലാസ് മദ്രസയുടെ തജ്വീദ് ഖുർആൻ്റെയും കിതാബത്തിൻ്റെയും ചോദ്യപേപ്പറൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുപോലെ തന്നെ വരുമോ നമുക്ക് പറയാൻ പറ്റൂല. എന്താ വെച്ചാൽ ഇതൊരു മോഡൽ തയ്യാറാക്കിയതാണ്. ബുക്ക് അച്ചടിച്ച സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. വിദ്യാഭ്യാസ ബോർഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ അവർ തീരുമാനിക്കണം എങ്ങനെ ക്വസ്റ്റ്യൻ ഇടും എന്നുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ഉദാഹരണം വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മനസ്സിലാക്കുക. അടുത്ത് ചേരുംപടി ചേർക്കാനാണ്. മാച്ച് ചെയ്ത് കൊടുക്കണം. നൂനിനെ നീട്ടി ഓതി. ഇവിടെ ഉദാഹരണം തന്നതിൽ നൂനിനെ നീട്ടി ഓതിയത് ഏതാണെന്ന്. അപ്പം നീട്ടാൻ നമ്മൾ മദ്ദക്ഷരം ഉപയോഗിക്കണം. മദ്ദക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. ആ മദ്ദക്ഷരങ്ങൾ കൊണ്ട് നീട്ടിയത്, നൂനിനെ നീട്ടിയത് എവിടെയാണെന്ന് നോക്കുക. ഇവിടെ എവിടെയാണ് നീട്ടിയത്? ഇവിടെ അന്നാസ്. ഇവിടെ ഷദ്ദുള്ള നൂനിനെ നീട്ടാനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എ എന്നെ അവിടെ എഴുതി കൊടുക്കാം, മനസ്സിലാക്കുക. അടുത്തതാ ഐനിനെ നീട്ടി ഓതി. ഇതിൽ ഐനിനെ നീട്ടി ഓതിയത് എവിടെയാണ്? ഐനുക ആലമീൻ. അപ്പോൾ അത് അതിൻ്റെ നേരത്തെ തന്നെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബി നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തതാ ഹാഇനെ നീട്ടി ഓതി. ഡി ഖാലിദീന. ഹാ, മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്ത ലാമിനെ നീട്ടി ഓതി. ലാമിനെ ഇവിടെ ലൂ എന്നുള്ള ലാമിനെ വാവ് കൊണ്ട് നീട്ടുന്നുണ്ട്. ലൂന. അപ്പം അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ സീനിനെ നീട്ടി ഓതി. ഷാനി അക്ക. അപ്പോൾ ഷാ, മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഈ അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ മദ്ദക്ഷരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുക. നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ്, വാവ്, യാ, ഇതാണ് മദ്ദക്ഷരങ്ങൾ.
അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. ഇവിടെ നീട്ടി, അലിഫ് കൊണ്ട് നീട്ടി, മീ മീ നീട്ടി, യാ കൊണ്ട്, കസറയെ യാ കൊണ്ട്, ഫത്തഹയെ അലിഫ് കൊണ്ടും കസറയെ യാ കൊണ്ടും ലൊമ്മയെ വാവ് കൊണ്ടുമാണ് നീട്ടുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ മറ്റുദാഹരണങ്ങൾ വരാം. പിന്നെന്താണ്, അവസാനത്തിൽ വന്ന അക്ഷരം അങ്ങനെ ചോദിക്കാം. ഇവിടെ നീട്ടി ഓതിയതാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്, ആദ്യ അക്ഷരം നൂന് വന്നു, ആദ്യ അക്ഷരം ഐന് വന്നു, രണ്ടാമത്തെ അക്ഷരം കാഫ് വന്നു, അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് ഐന് ചേർത്ത് എഴുതുമ്പം വരുന്ന ഐന് ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ മാച്ച് ചെയ്യാനുള്ളതൊക്കെ വന്നാൽ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ആ രീതിയിലൊക്കെ പഠിക്കുക. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. ഇവിടെ എന്താ വന്നത്, വൻഹർ എന്നതിലെ ഡാഷിനെ ഉച്ചരിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അലിഫിനെ ഉച്ചരിക്കരുത് നമുക്ക് എഴുതി കൊടുക്കാം. അലിഫിനെ ഉച്ചരിക്കരുത്. അടുത്ത ഇലാഹിന്നാസ് എന്നതിലെ ഡാഷിനെ മണിച്ചോദണം. ഏതാണ്, നൂനിനെ മണിച്ചോദണം. മനസ്സിലാക്കുക. ഹാദൽ ബൈത്ത് എന്നതിലെ അലിഫുകൾ ഉണ്ട്. എന്നതിൽ എത്ര അലിഫുകൾ ഉണ്ട്? ഹാദൽ ബൈത്ത്. അപ്പം നമുക്ക് എണ്ണി നോക്കാം. ഹാ നീട്ടാൻ ഒരു അലിഫ് ഇവിടെ ഉണ്ട്. ഹാദ ഇവിടെ ഒരു അലിഫ്. അപ്പോൾ 2 അലിഫ്, 3 അലിഫ്. അപ്പോൾ 3 അലിഫ് ഹാദൽ. മനസ്സിലാക്കുക. ഹാ നീട്ടാൻ ഒരു അലിഫ്, ദാ നീട്ടാൻ ഒരു അലിഫ്, പിന്നെ അതിൻ്റെ ശേഷം ഒരു അലിഫ്. അപ്പോൾ 3 അലിഫുണ്ട് എന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കാം. 3. അടുത്തത് അള്ളാഹു എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അള്ളാഹു എന്നതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? നമ്മൾ 1-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അള്ളാഹു എന്നതിൽ അലിഫ്, ലാമ്, ഹ 3 അക്ഷരങ്ങളുണ്ട് അള്ളാഹു എന്നതിൽ. അപ്പോൾ നമുക്കിവിടെ 4 അക്ഷരങ്ങൾ എന്ന് എഴുതി കൊടുക്കാം. അള്ളാഹു എന്നതിൽ 4 അക്ഷരങ്ങളുണ്ട്. മനസ്സിലാക്കുക. അടുത്തതാ ഫാസർ നബിഹി എന്നതിൽ ഹായിനെ ഡാഷ് ഓതണം. ഹായിനെ എന്താണ്, നീട്ടി ഓതണം എന്ന് എഴുതി കൊടുക്കുക. നീട്ടി. മനസ്സിലാക്കുക. നീട്ടി ഓതണം. അപ്പോൾ നീട്ടി എന്നൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതി പഠിക്കട്ടെ, കുട്ടികൾക്ക് എഴുതി പഠിപ്പിച്ചു കൊടുക്കുക. നീട്ടി എന്നൊക്കെ. അപ്പോഴാണ് അവർക്ക് ഇതുപോലെ വന്നാലേ എഴുതാൻ കഴിയുള്ളൂ. മനസ്സിലാക്കി കൊടുക്കുക. പിന്നെന്താണ്, ഉത്തരം എഴുതണം. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. എന്താണ്, വസ്തഗ്ഫിറുഹു എന്നതിലെ 5-ാമത്തെ അക്ഷരം ഏത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐനാണ് ഇവിടെ 5-ാമത്തെ അക്ഷരമായിട്ട് വന്നത്. കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഐന് വരുമ്പോൾ. അപ്പോൾ 1, 2, 3, 4 5-ാമത്തെ അക്ഷരം ഐനാണ് വന്നത്. മനസ്സിലാക്കട്ടോ. വസ്തഗ്ഫിറുഹു, വാവ് അലിഫ് സീന് താഴെ കഴിഞ്ഞിട്ട് ഐന് വന്നു. അപ്പോൾ നമുക്കിവിടെ 5-ാമത്തെ അക്ഷരം ഏതാണെന്ന് വെച്ചാൽ ഐന്. അത് സിംഗിളായിട്ട് എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതുക, ചേർത്ത് എഴുതുമ്പോഴാണ് ഇങ്ങനെ എഴുതുക. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്, മീമിനെ മണിച്ചോതിയതിന് ഒരു ഉദാഹരണം എഴുതണം. മീമിനെ മണിച്ചോതിയതിന്. അപ്പോൾ നമുക്ക് മീമിനെ മണിച്ചോതിയത് നമ്മൾ ഖുറാനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? മീമിനെ മണിച്ചത് ഉമ്മുഹു എന്ന് എഴുതി കൊടുക്കാം. ശദ്ദുള്ള മീമ് വന്നു. മനസ്സിലാക്കുക. അതുപോലെ മീമ് വരുന്ന ഏത് വേർഡ്സ് ആണോ നിങ്ങൾക്ക് അതുപോലെ പഠിക്കാം. അതുപോലെ നൂനിനെ മണിച്ചത് വരും. ഇന്ന, കുന്ന എന്നൊക്കെ എഴുതാം. മീമിനെ എഴുതണം മിമ്മ, അങ്ങനൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. അടുത്ത ലൊറബ, ലൊലമ. ഇതിൽ ലോ ഉള്ള പദം ഏത്? ലൊറബ, ലൊലമ. ഇതിൽ ലോ ഉള്ളത് ഏതിനാണ്? ലൊലമ. അപ്പോൾ ഇവിടേക്ക് അതെടുത്ത് എഴുതുക. ലൊലമ. മനസ്സിലാക്കുക. ലൊലമ. അപ്പോൾ അതുപോലെ വേറെയും വേർഡ്സ് തരും ഒരുപോലെ വരുന്ന. ഐനും വരുന്നത് നോക്കൂ, മനസ്സിലാക്കുക. അപ്പോൾ അതുപോലൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞ് എഴുതാൻ കഴിയണം. അടുത്ത എന്താണ്, ഫ ഉമ്മുഹു എന്നതിൽ ചെറിയൊരു വാവ് വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ഇട്ടത്. അത് കൊടുത്തത് എന്തിനാണ് എന്നാ, ഈ വാവ് കൊടുത്തത് എന്തിനാണ്? ഫ ഉമ്മുഹു എന്നതിലെ ഹായിനെ നീട്ടാൻ. അപ്പോൾ നമുക്കത് എഴുതി കൊടുക്കാം. ഹായിനെ നീട്ടാൻ അങ്ങനെ എഴുതി കൊടുക്കാം. ഹായിനെ നീട്ടാനാണ് വാവ് കൊടുത്തത്. അത് എഴുതാം. അടുത്തതാ അത്ത് അമഹും എന്നതിൽ ഫതഹ ഉള്ള അക്ഷരങ്ങൾ എത്രണ്ണം? അത്ത് അമഹും എന്നതിൽ ഫതഹ ഉള്ള 3 അക്ഷരങ്ങളാണ്.
ഫസ്റ്റത്തെ അലിഫ്, ഐന്, മീമ്, ആ 3 അക്ഷരങ്ങൾക്കാണ് ഫത്തഹ ഉള്ളത്. അതുപോലെ ലമ്മ ഉള്ളത്, കസറ ഉള്ളത്, പുള്ളിയുള്ള എത്ര അക്ഷരങ്ങൾ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? അക്ഷരങ്ങൾ കണ്ടെത്താനാണ്. സായ്, സായ്, ഇതിൽ എത്ര സായ് ഉണ്ട് നമ്മൾ കണ്ടെത്തണം. ഇവിടെ സുൽസിലത്തി എന്നാണ്, അപ്പോൾ ഇവിടെ 2 സായ് ഉണ്ട്. അപ്പോൾ അത് താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക, 2 സായ്. അടുത്തതാ ഇവിടെ അർലു എന്നാണ്, അപ്പോൾ ഇതിൽ സായ് ഇല്ല. ഇവിടെ തസീറു, തസീറു, അപ്പോൾ ഇതിൽ 1 ഉണ്ട്. പിന്നെ ഉഹ്റ, ഇതിൽ സായ് ഇല്ല, അപ്പോൾ മനസ്സിലാക്കുക. അടുത്തത് ലോദ്, ലോദാണ്, ലോദ്. മൗലൂബി, അപ്പോൾ ഇവിടെ 1 ഉണ്ട്. പിന്നെ സോദാണ്, യുസല്ലി, സോദാണ്. ലൊറബു, ഇവിടെ ലോദുണ്ട്. ഫലല്ലു, ഇവിടെയും ലോദുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ അക്ഷരം തരാം, ഐന് തരാം, ഖാഫ് തരാം, അങ്ങനെ അക്ഷരങ്ങൾ മാറ്റി തരാം, അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? തോ, തോ, ഇവിടെ തൊർഫി, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തോ വന്നു. അടുത്ത യലുലും, ഇവിടെ ലോ ആണ്, അപ്പോൾ അത് വേണ്ട. അടുത്ത യത്തീറു, ഇവിടെ തോ ഉണ്ട്. ലൊലാമി, അപ്പോൾ ഇവിടെ ലോ ആണ്, അത് വേണ്ട, നമുക്ക് തോ ആണ്, അപ്പോൾ ഇത് 2 ആണ് തോ വന്ന്. അടുത്ത ഐന്, ഐന് വന്നു. സമീഉൻ, അപ്പോൾ ഇവിടെ ഉണ്ട്. അടുത്തതാ ഇവിടെ ഉണ്ട് അലീമുൻ, മനസ്സിലാക്കുക. ഇവിടെ ഈഷത്തുൻ, ഇവിടെ ഒയിനാണ്, ഒയിന് പുള്ളിയുള്ള ഒയിനാണ്, അപ്പോൾ അത് വേണ്ട, മനസ്സിലാക്കണം. ഇവിടെ ഐന, ഇവിടെയും പുള്ളിയുള്ള ഒയിനാണ് വന്നത്, അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള വ്യത്യാസം. ദാല്, ദാല്, സീന്, ഷീന്, അതൊക്കെ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. കുട്ടികൾക്ക്, നമുക്ക് വലിയവർക്കായ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. കുട്ടികളപ്പോൾ തീരെ ശ്രദ്ധിക്കാതെ അണ്ടർലൈൻ ചെയ്യും, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് തജ്വീദുൽ ഖുർആൻ മോഡൽ ചോദ്യ പേപ്പറിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.